തുടർച്ചയായി എത്തുന്ന മഴയിലും വെള്ളക്കെട്ടിലും വലഞ്ഞ തിരുവനന്തപുരം ചാലയിലെ വ്യാപാരികൾ. ചെറിയ മഴ എത്തിയാൽ പോലും കടകളിൽ വെള്ളം കയറും. അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ വലയുകയാണ് വ്യാപാരികൾ. മഴ തുടരുമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുമ്പോൾ ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ബാധ്യതകളുടെ കണക്ക് പുസ്തകമാണ്. ഒരു മണിക്കൂർ മഴ നിന്നു പെയ്താൽ തലസ്ഥാനം മുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ചാലയിലെ വ്യാപാരികളടക്കം മഴയിൽ ബുദ്ധിമുട്ടിലായത്. അടിക്കടി എത്തുന്ന മഴ ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇവർക്ക് വരുത്തുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. മഴ മാറി നിന്നാലും കടകൾ തുറക്കാനാകാത്ത അവസ്ഥയിലാണ് ഓരോ വ്യാപാരികളും. ഇത്ര നേരം വെള്ളം കഴുകി ഇറക്കിയിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പ് വരെയാണ് വെള്ളം. മിക്കവാറും അര മണിക്കൂർ അത് വീണ്ടും വെള്ളം കയറും. വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ വർഷവും ഉള്ളത് തന്നെ. ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഇപ്പോൾ ഈ പണി നടന്നിട്ട് പോലും ഒരു പുരോഗമനം വന്നിട്ടില്ല. ഈ ഓട നിറഞ്ഞതിന് മൊത്തം ബ്ലോക്കായി കിടക്കല്ലേ. എല്ലാ വർഷവും ഉള്ളത് തന്നെ. തീരം പ്രതീക്ഷയോടെ കട തുറന്നാലും ദുഃഖം മാത്രമാണ് ബാക്കി. കടയ്ക്കുള്ളിൽ വെള്ളം കയറുന്നത് പതിവാണെന്നും ഇവർ പറയുന്നു. വെള്ളം പോയ വഴിയില്ലാതെ നേരെ കടയ്ക്കകത്താണ് മൊത്തം കയറുന്നത്. മൊത്തം പലഹാര സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ മൊത്തം ഇല്ലാതായിട്ടുണ്ട്. ഈ ഡാമേജിനൊക്കെ ആരൊക്കെ പൈസ തരും പറഞ്ഞൂടാ. കച്ചവടവും ഇല്ല. ഇതിനകത്ത് വെള്ളം പോകുന്ന വഴി താണ്ടപ്പെടുത്ത ഓട ഈ സ്മാർട്ട് റോഡ് പണി തുടങ്ങിയിട്ട് അവിടെ മൊത്തത്തിൽ അടച്ചിട്ട് അത് മെനയാണ് പൊട്ടിച്ചത്. ഓട സൈഡ് പൊട്ടിച്ചു കൊടുത്ത് വെള്ളം പോകാനുള്ള വഴി ഉണ്ടാക്കിയത്. എന്നിട്ട് താണ്ട് വെള്ളം ഇപ്പോഴത്തെ കെട്ടി നിൽപ്പുണ്ട്. നമുക്ക് എത്രമാത്രം ശ്രമിക്കാൻ പറ്റും? ഇത് ഈ മട്ടത്തിന് കയറി. ഇനി കുറച്ചും കൂടെ മഴ പെയ്തിട്ടുണ്ട്. ഡാമൊക്കെ തുറക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഈ മട്ടത്തിന് കയറി കഴിഞ്ഞ് ഈ സാധനം മൊത്തം മുങ്ങിപ്പോകും. മഴക്കാലത്ത് നഗരസഭയുടെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. സ്മാർട്ട് റോഡുകളുടെയും ഓട നവീകരണത്തിന്റെയും പേരിൽ ചാലയിലെ തിരക്ക് പിടിച്ച റോഡുകൾ കുത്തിപ്പൊളിച്ചതും വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.